ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിഹിക്കുട്ടൻ്റെ നേഴ്സറി എന്നൊക്കെ വിളിച്ചിട്ട് വന്നു. നല്ല ടൈമിംഗ് ആയിരുന്നു. വന്ന് വീട്ടിൽ കയറി ഫ്രഷ് ആയി വന്നിരുന്നപ്പോൾ തന്നെ മഴ. അങ്ങനെ മഴയത്ത് അപ്പുക്കുട്ടനായിട്ട് വെളിയിലിരിക്കാൻ കേട്ടോ. ഇതാണ് അപ്പുക്കുട്ടൻ. ഇനി 2 ക്യാരക്ടേഴ്സും കൂടി ഉണ്ട്. മെയിൻ ലീഡാണ് നമ്മൾ അമ്മുക്കുട്ടി. ഒരു വീട്ടിൽ അപ്പുക്കുട്ടനുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു അമ്മുക്കുട്ടി കാണുമല്ലോ. അങ്ങനെ ഒരു അമ്മുക്കുട്ടിയുണ്ട്, പിന്നെ ഒരു യൂണിക്കോൺ ഉണ്ട്. അവർ രണ്ടുപേരും കിടന്ന് ഉറങ്ങുകയാണ്. അപ്പുക്കുട്ടന് ഉറക്കമായിരുന്നു, പേടിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് നീക്കുട്ടൻ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ മുയലിനെ നോക്കിയിരിക്കുകയാണ്. എനിക്കൊന്ന് മുയൽ വന്നതിന് ശേഷമുള്ള അവരുടെ ആദ്യത്തെ മഴയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുക അകത്ത് പിശറടിക്കുന്നുണ്ടോ എന്നൊക്കെ. കട്ടൻ ചായ കട്ടൻ ചായ. മക്കളിന്ന് നഴ്സറിയിൽ എന്തോന്ന് കഴിച്ച്? ചോറ് കഴിച്ച്, പിന്നെ മുട്ട കഴിച്ച്, തക്കാളി കഴിച്ച്, ഉള്ളില കഴിച്ച്, എല്ലാം കഴിച്ചോ? മിടുക്കി. ചോറ് എന്തൊക്കെ? മുട്ട, തക്കാളി, സവാള, പായസം എല്ലാം കഴിച്ചോ? പിന്നെ വൈകുന്നേരം എന്താ കഴിച്ച? പായസമാണോ ഉപ്പുമാവാണോ? പായസം. ഉപ്പുമാവില്ല, പായസം, ചോറ്, മുട്ട, തക്കാളി. പായസം, ചോറ്, മുട്ട, തക്കാളി എന്ന് ഉദ്ദേശിക്കുന്നത് ബിരിയാണിയാണ്. ഇന്ന് എഗ് ബിരിയാണി ആയിരുന്നല്ലേ ഉച്ചക്ക്? ഇന്ന് ഉച്ചക്ക് എഗ് ബിരിയാണി ആയിരുന്നു. നമുക്ക് കൊതുകടാ, കൊതു. അകത്ത് പോവാം. അപ്പുക്കുട്ടിനെ കാണിച്ചേ. കൊതു വരുന്നു നോക്കളെ. കൊതുക് മഴ വന്നപ്പോഴേ കൊതു ഇനി അകത്തിരുന്നതാ. മഴ പോയി ട്യൂഷന് പോവാം. അപ്പുക്കുട്ടിനെ കാണിച്ചേ. അപ്പുക്കുട്ടി എന്ത് ചെയ്യാ? സ്ലീപ്പിംഗ്. അപ്പുക്കുട്ടി സ്ലീപ്പിംഗ് ആ. മഴ മാറി മക്കളെ, നമുക്ക് അപ്പേരെ അടുത്ത് പോവാം, ട്യൂഷന് പോവാം. ഓക്കെ? ചിരിച്ചേ ചിരിച്ചേ. ഇന്ന് ട്യൂഷന് പോകുന്ന കാര്യം അത്ര ഓക്കെ അല്ല എന്നാ ചിരിയിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് കാര്യമൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഹെപ്പാപ്പിക്ക് കുറച്ച് നേരം കണ്ടു, പിന്നെ റെഡിയാക്കി ട്യൂഷന് പറഞ്ഞു വിടുകയാണ്. ഇപ്പൊ രാവിലെ തലകുളിപ്പിച്ചുകൊണ്ട് മഴയായിട്ട് മേല് കുളിപ്പിക്കും. മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ തലകുളിപ്പിക്കുകയാണെങ്കിൽ വൈകുന്നേരം മേല് കഴുകുള്ളൂ. പിന്നെ അമ്പലത്തിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ തലകുളിപ്പിച്ചിട്ട് വിടുള്ളൂ. എന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ വന്ന് നമ്മൾ അമ്പലത്തിൽ പോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. അതങ്ങനെ വളരെ റെയറായിട്ട് ചെയ്യാറുള്ളൂ. കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഈ സ്റ്റാൻഡില്ലേ, ഇത് മീഷോ എന്ന് വാങ്ങിയത് 200 300 അങ്ങനെ സംതിങ് ആണ്. അത് പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ദിവസം ഒരാഴ്ച ഇങ്ങനെ നീക്കിട്ട് ചെരുപ്പ് വെളിയിലിടുമ്പോൾ എടുത്ത് അകത്ത് വെച്ച് കാണിക്കും. അല്ലെങ്കിൽ മോളടുത്ത് പറയും എടുത്ത് അകത്ത് വെക്കുമെന്ന് പറയും. അങ്ങനെ അവളിപ്പോൾ പ്രാക്ടീസ് ആയതാണ്. അപ്പോൾ അവള് സ്ഥിരം ചെരുപ്പ് അകത്തേ വെക്കൂ. പിന്നെ വേറൊരു കാര്യം, ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ട വേറൊരു ട്രിക്കാം. ഈ കുട്ടികൾ TV ഓഫ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കരയാറില്ലേ? അപ്പോൾ അത് അവരെ കൊണ്ട് തന്നെ ഓഫ് ചെയ്യിക്കുക. നമുക്ക് TV ഓഫ് ചെയ്ത് ഏത് സ്വിച്ചാന്ന് നോക്ക്, TV ഓഫ് ചെയ്യാം. മിടുക്കി, വെരി ഗുഡ്. ഇത്രയും പറഞ്ഞാൽ മതി. അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവർക്ക് പിണക്കവും കാണൂല ഓഫ് ചെയ്യില്ല. അവരെന്തോ. അപ്പോൾ ന്യൂ മോംസ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര എഫക്റ്റീവ്, അടിപൊളി ട്രിക്കാണ്. പിന്നെ അതിനുശേഷം ട്യൂഷന് പോകണം കേട്ടോ. ഇത് 2 അമ്മമാരുടെ വീടാണ്. എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ആൻറ്റിമാരാണ്. അപ്പോൾ ഇവളെന്നും പോകുമ്പോൾ ഇവിടെ ഒരു അമ്മൂമ്മയ്ക്ക് ബൈയും ഉമ്മയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ നമ്മൾ ലേറ്റ് ആവും കേട്ടോ. ചില ദിവസങ്ങളിൽ നല്ല ലേറ്റ് ആവും. എങ്കിലും വിളിച്ച് ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ എൻ്റെ അമ്മയൊക്കെ മോളെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഇപ്പം അമ്മാമ്മമാരെന്ന് പറയുമ്പോൾ ഒരു ഇത് കാണുമല്ലോ, അത് കണക്ക് തന്നെയാണ്, അതുപോലെ തന്നെയാണ് ഇവർ രണ്ടുപേരെടുത്ത് ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് കാണുമ്പോൾ. പിന്നെ അതിനുശേഷം മോളെ ട്യൂഷൻ സെൻറ്ററിലാക്കിയിട്ട് ഞാൻ ജിമ്മിലോട്ട് പോയേ. ഇപ്പം എൻ്റെ ബോഡിയിൽ കുറച്ചധികം മാറ്റം, ഭയങ്കര വിസിബിളായിട്ടുള്ള മാറ്റമല്ല, എങ്കിലും നമുക്ക് നമ്മളെ ബോഡിയിൽ മനസ്സിലാവുമല്ലോ, അങ്ങനെയുള്ള മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ റിസൾട്ട് ആയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടേക്കാമേ. പിന്നെ ഇപ്പം നല്ലതാണ് കേട്ടോ. എനിക്ക് ട്രെയിനിങ് ഒക്കെ നല്ല രസമായിട്ട് പോകുന്നുണ്ട്. ഇനി ശ്യാം എന്ന് പറയുന്ന ഒരു കുട്ടിയെ ട്രെയിൻ ചെയ്യുന്നത് നല്ല രസമാണ് കേട്ടോ. നന്നായിട്ട് എല്ലാം പറഞ്ഞൊക്കെ തരും. ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ, അപ്പൊ നന്നായിട്ട് ചെയ്യാനുള്ള മോട്ടിവേഷൻ കാണുമല്ലോ. ഒന്നിനെ കുറിച്ചും വലിയ ധാരണയില്ല, എന്താ ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ ചെയ്തിട്ട് ചെയ്യാണ്. ഇപ്പൊ തന്നെ എനിക്ക് ചെറുതായിട്ട് വ്യത്യാസമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ആദ്യം മുതൽ എൻ്റെ ഇത് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വയറിന്റെ സൈഡിലൊക്കെ വ്യത്യാസം എനിക്ക് വീഡിയോയിൽ നല്ല രീതിയിൽ വിസിബിൾ ആവുന്നുണ്ട്. വയറിനൊക്കെ ചെറിയൊരു ഒതുക്കം വന്നിട്ടുണ്ട്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. വെളിയിൽ ഇങ്ങനെ പുറത്തങ്ങനെ ആർക്കും അറിയാൻ പറ്റില്ല. കാരണം നമ്മൾ സെയിം ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും അങ്ങനെ ഭയങ്കര വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് അല്ല.
പക്ഷെ എനിക്ക് എൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും കയ്യിൽ അവിടത്തേക്ക് ഇങ്ങനെ വെയിറ്റ് വണ്ണം കുറഞ്ഞു, മുഖമൊക്കെ ചെറുതായി, കുറച്ചുകൂടെ ഒന്ന് ചെറുതായി, അങ്ങനെ ചെറിയ ചെറിയ വേരിയേഷൻസ് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ജിമ്മിൽ പോയിട്ട് ഫീൽ ചെയ്ത 1-2 കാര്യം പറയാം. ഒന്ന്, ഒരു ഡിസിപ്ലിൻ വരും. നമ്മളിങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ പോകണം. പിന്നെ ഫുഡിൻ്റെ കാര്യം നമുക്കിങ്ങനെ കറക്റ്റ് ഈ ഒരു സമയമാകുമ്പോൾ നല്ല ബോഡി പെയിൻ വന്നു തുടങ്ങും കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര ദേഷ്യം വിഷമമൊക്കെ വരും. കാശ് കൊടുത്ത് ഇത്രയും ശരീരം വേദന ആക്കേണ്ട വലിയ കാര്യമുണ്ടോയെന്നൊക്കെ തോന്നും. പിന്നെ മനസ്സിലായി നമുക്ക് വേണ്ടി തന്നെ ചെയ്യണമല്ലേ. പിന്നെ ആ ഒരു വേദന നല്ല രസമായിട്ട് തോന്നും കേട്ടോ. എനിക്കിങ്ങനെ വേദന വരുമ്പോൾ ഞാൻ ഇന്നലെ ഇത് ചെയ്തതിൻ്റെ വേദന കൊള്ളാം എന്നൊരു ഫീൽ വരും നമുക്ക്. അതിനുശേഷം പിന്നെ ഫുഡിൻ്റെ കാര്യം. ഫുഡ് എനിക്ക് നോർമലാണ് കഴിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതൽ അങ്ങനെയൊന്നും അല്ല, ഓവർ ഈറ്റിംഗ് ആയിരുന്നില്ല. പക്ഷെ ഷെഡ്യൂൾഡ് അല്ലായിരുന്നു. ഷെഡ്യൂളൊന്നും ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴെങ്കിലും കഴിക്കുക, ഡിന്നർ എപ്പോഴെങ്കിലും കഴിക്കുക, പിന്നെ എപ്പോഴും ചായ കുടിക്കുക. ചായ പ്രശ്നമല്ല, പക്ഷെ കാരണം മധുരമൊന്നും ഇട്ടല്ല കുടിക്കുന്നത്. ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ കപ്പിൻ്റെ ഒരു 1/4 ഭാഗത്തിൽ കൂടുതലും വെള്ളവും പിന്നെ ബാക്കി മുകളിൽ മാത്രമേ പാൽ കുടിക്കുള്ളൂ. കുറച്ചംശം പാല് എന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ സാധാരണ ഈ ചായ ഇട്ടിട്ട് അതിൽ വെള്ളം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് എങ്ങനെ ഇരിക്കും ആ ഒരു രീതിയിലായിരിക്കും എൻ്റെ ചായ ഇരിക്കുന്നത്. എനിക്ക് ജസ്റ്റ് ആ ഫീൽ കിട്ടിയാൽ മതി. ചൂട് ആ പാലിൻ്റെയും ആ ഒരു ചായയുടെ ഒരു മണം ഫീൽ ഇല്ലേ, എനിക്ക് അത് കിട്ടിയാൽ മതി. ഭയങ്കര ക്വാണ്ടിറ്റിയിൽ വേണമെന്നില്ല, നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ചായ വേണമെന്നില്ല, എനിക്ക് ജസ്റ്റ് ആ ഫീൽ കിട്ടിയാൽ മതി. അതുകൊണ്ട് പഞ്ചസാര ഇടാറില്ല, ഇഞ്ചി ഇട്ട് എന്ന് വെച്ചാൽ നോർമൽ ഇതുപോലെ ഈ ചായ ഇട്ടിട്ട് ഇഞ്ചി ചതച്ചിട്ടാണ് ഞാൻ കുടിക്കാറ്. അതുകൊണ്ട് ചായ എനിക്കൊരു പ്രശ്നമല്ല. പിന്നെ എൻ്റെ ഈ ഫുഡിൻ്റെ ടൈമിംഗ് ആണ് നല്ല ബുദ്ധിമുട്ടായിക്കൊണ്ടിരുന്നത്. അതൊക്കെ ഞാൻ ചെറുതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ, ചിലർക്ക് നമുക്ക് ഈ ഒരു മോട്ടിവേഷൻ വരുമ്പോൾ നമ്മൾ സ്വിച്ച് ഇട്ടിട്ടുണ്ട്, ഈ ഞാനല്ല യഥാർത്ഥ ഞാൻ, നാളെ മുതലുള്ള ഞാനാണ് യഥാർത്ഥ ഞാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുതിയ ഷെഡ്യൂളൊക്കെ തുടങ്ങും ഒരു ദിവസം. അപ്പം നമ്മളെ ബോഡി വിചാരിക്കുന്നത് വട്ടായോ. ആദ്യ ദിവസം 2 ദിവസം മനസ്സിലാവും, പിന്നെ നമ്മളെ ബോഡി അതങ്ങോട്ട് ഏറ്റെടുക്കാൻ വയ്യാത്തതുകൊണ്ട് വരും പണ്ടത്തെ ഷെഡ്യൂൾ തന്നെയല്ലേ നല്ലത്, നമുക്ക് തിരിച്ചങ്ങോട്ട് പോയാലോ എന്നുള്ള രീതിയിൽ പതിയെ പോകും. നമ്മൾ ഗ്രാജുവലി മാറുമ്പോൾ നമ്മളെ ബോഡിക്ക് നമ്മളിപ്പോൾ എത്ര ടൈം തെറ്റിയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറയാം എൻ്റെ ഷെഡ്യൂൾ ഭയങ്കര മോശമാണ്. ഞാൻ 2 മണിക്കാണ് കിടന്നുറങ്ങുന്നത്. ഭയങ്കര മോശം ഷെഡ്യൂളാണ്. എൻ്റെ റുട്ടീൻ ഭയങ്കര മോശമാണ്. പക്ഷേ എൻ്റെ ബോഡിക്ക് അതറിയില്ല. എൻ്റെ ബോഡി നോക്കുമ്പോൾ എനിക്കൊരു റുട്ടീനുണ്ട്. ഇത്ര സമയത്ത് എണീക്കുന്നു, അത് കഴിഞ്ഞ് 2 മണിയാകുമ്പോൾ കിടക്കുന്നു, ഇന്ന ജോലികൾ ചെയ്യുന്നുണ്ട്, 2 മണിയാകുമ്പോൾ കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബോഡിക്ക് അറിയാമെന്നുള്ളൊരു ഷെഡ്യൂൾ അതാണ്. നല്ലതാണോ ചീത്തയാണോ എന്നറിയില്ല, പക്ഷേ അറിയാമെന്നുള്ളൊരു ക്ലോക്ക്, ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം ഞാൻ നാളെ മുതൽ പറയാം, ഓക്കെ നാളെ ഒരു 10 മണിയാകുമ്പോൾ കിടന്നിട്ട് രാവിലെ 5 മണിയാകുമ്പോൾ എണീക്കണമെന്ന് പറഞ്ഞാൽ ബോഡിക്ക് ആദ്യ ദിവസം ഒരു ടെൻഷനും കൺഫ്യൂഷനും ആയിരിക്കും. 2ാമത്തെ ദിവസം ബോഡിയുടെ എനിക്ക് ഈ പരിപാടിയൊന്നും വയ്യ, നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ പണി നോക്കി പൊക്കോന്ന് പറയും. അതിനേക്കാളും നമ്മൾ ഗ്രാജുവലി ഇപ്പം ഞാൻ 2 മണിക്ക് കിടക്കുന്നത് ഞാൻ നാളെ 1 മണിക്ക്, അതൊരു 2-3 ദിവസം കഴിഞ്ഞ് പിന്നെ 12:30, 12 മണി, 1 മണി അങ്ങനെ കുറയ്ക്കുമ്പോൾ നോർമലി ഞാൻ ഈ കിടക്കുന്ന സമയം നേരത്തെ ആക്കുമ്പോൾ എണീക്കുന്ന സമയം നേരത്തെ ആയി വരുമല്ലോ. അങ്ങനെ കുറച്ചുകൊണ്ട് വരാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഏകദേശം കുറച്ചൊന്നും ആയി വരുന്നുണ്ട് കേട്ടോ. ആദ്യം ശരിക്കും ഞാൻ 2 മണിക്ക് കിടന്നുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ കിടക്കുന്നുണ്ട്. മാറ്റമുണ്ട്. അതുപോലെ നമുക്ക് നോർമലി ഗ്രാജുവലി കുറച്ച് വരുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ മോളും ഇത് പഠിക്കുന്നുണ്ട്. മോക്കും പറയും ഈ സമയത്ത് ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, എക്സസൈസ് ചെയ്യും, ഞാൻ വീഡിയോസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഒരേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അവളിപ്പോൾ ബോട്ടിലൊക്കെ എടുത്തിട്ട് ഡംബിൾ പോലെയൊക്കെ ചെയ്ത് കാണിക്കും കേട്ടോ. അപ്പം അവൾക്കും ഞാനത് ഈ ഒരു ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജിമ്മ് കഴിഞ്ഞു, അതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ പെട്രോൾ അടിച്ചോട്ടെ. പെട്രോൾ ഭയങ്കര കുറവായിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങി സ്വാഭാവികമായിട്ടും അക്യൂരത്തിൽ കയറണമല്ലോ, അതാണല്ലോ നമ്മളൊരു ചര്യ. ഞാൻ മെയിനായിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളെ ലവ് ബേർഡ്സ് ഒന്നും തീനയില്ലായിരുന്നു, ഫുഡ് തീർന്നു പോയി. അങ്ങനെ ഫുഡ് വാങ്ങുമ്പോൾ ഞാൻ പിന്നെ ഫിഷിനെ നോക്കും, ഗപ്പീസ് നോക്കും, ബേർഡ്സ് നോക്കും, ഫിഞ്ചസ് നോക്കും. എന്നിട്ട് വീട്ടിലെത്തി മീൻകുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മോളെ ഉറക്കാൻ കിടക്കുകയാണേ. അയ്യോ നമുക്ക് ചാച്ച ഇറങ്ങിയാലോ? ചിക്കനോ? ചിക്കനോ? അയ്യോ it's so funny. Octopus.
ഒക്ടോപ്പസ് എങ്ങനെയാ കാണിച്ച ഒക്ടോപ്പസ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗൈസ് Good night, guys. ബൈ ബൈ ഉറക്കപ്പറ ഗുഡ് നൈറ്റ് ബൈ തെറ്റിപ്പോയ ഗുഡ് നൈറ്റ് ബൈ സോ ഗുഡ് നൈറ്റ് ഗൈസ് സേ ഗുഡ് നൈറ്റ് Good night. ബൈ Good night, guys. ബൈ പറ Bye, bye. 1, 2. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ബൈയോ വീണ്ടും ഒന്നും കൂടെ വൺസ് മോർ 1. വൺസ് മോർ ഇത് ഓഫ് ചെയ്യാനാ ഗുഡ് നൈറ്റ് പറ Good night. Good night, guys. Bye, bye, guys. Bye, bye, guys. ബൈ ബൈ ഗൈസ് പറ Hide and seek. ഹൈഡ് ആൻഡ് സീക്ക് ഇതിൽ ഇപ്പോഴൊന്നും ഗുഡ് ഓ നിഹ എവിടെ വെരി സ്നേഹ Neha, where are The you? count it. 1, oh, okay. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. Ready or not? Here I come. Where is Neha? Neha. എവിടെയാണോ? I found you. സാറ്റർഡേ ഓടാൻ വയ്യ അയ്യോ ഗുഡ് നൈറ്റ് പറ മോനെ Good night, guys. ബൈ ലവ് യു Come, come, come. ലവ് യു ഉമ്മ Let